അതാണ് നമ്മൾ മെയിനായിട്ടത് പറയാൻ കാരണം. ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ബൈകാർബണേറ്റ് ഓഫ് സോഡ, അതായത് ബേക്കിംഗ് സോഡ. സോ ബേക്കിംഗ് സോഡയും ഇതുപോലെ ഈ ഒരു മൂട്ടയെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതായത് ഇത്രത്തോളം ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്. സാധാരണ നമ്മുടെ നാരങ്ങ, ഒരല്പം നാരങ്ങ ജ്യൂസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരല്പം ഒഴിച്ചാൽ മതി. ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ ഒരല്പം ഒഴിക്കുക. ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വരും നമ്മുടെ ഈ ഒരു പേസ്റ്റും ഈ ബേക്കിംഗ് സോഡയും ഇതെല്ലാം കൂടി ശരിക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുക്കാം. നമുക്ക് ഈ ബൗളിലേക്ക് ഈ പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഈ പേസ്റ്റ് നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിക്കാം. ഏകദേശം ഒരു 1/2 ലിറ്ററോളം വെള്ളം ഒഴിക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ശരിക്കും മിക്സ് ചെയ്യുക. നമ്മുടെ ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ശരിക്കും മിക്സ് ആവണം. അതുപോലെ ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇതെല്ലാം മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു മൂട്ടയെ കെട്ടിലൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ ഈ മൂട്ടയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഉഗ്രൻ മെഡിസിനായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നാച്ചുറലാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് ഈ മൂട്ടയെ നശിപ്പിക്കാം. അപ്പോൾ എന്നാൽ ഇപ്പോൾ ഇത് ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. ഇനി മറ്റൊരു ബോട്ടിലേക്ക് മാറ്റാം. ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സ്പ്രേ ബോട്ടിലാണ്. ഇതുപോലുള്ള ഒരു സ്പ്രേ ബോട്ടിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് ഈ ഒരു ലിക്വിഡ് ഒഴിക്കാം. ഇത് അരിച്ച് ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇതേവിടെ തന്നെ ഒഴിച്ചാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാപ്പ് വെച്ച് അടയ്ക്കാം. അതിനുശേഷം നമുക്ക് ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. ഇന്നുകൂടി കുപ്പിക്കകത്ത് ഒന്നാക്കിയ ശേഷം ഇനി നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. എവിടെയൊക്കെയാണോ സാധാരണ നമുക്ക് ഈ ഒരു മൂട്ടയുടെ ശല്യമുള്ളത് അവിടങ്ങളിലൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം. സാധാരണ നമുക്കറിയാം കട്ടിലിൻ്റെ സൈഡിലൊക്കെയാണ്. അവിടങ്ങളിലൊക്കെ നമുക്കിതാ ഇതുപോലെ കട്ടിലിൻ്റെ ആ തുളയുള്ള ആ ഏരിയയിലൊക്കെ അടിക്കാം. അതോടൊപ്പം തന്നെ ബെഡിലൊക്കെ ഈ മൂട്ടയുണ്ടെങ്കിൽ ആ ഏരിയയിലൊക്കെ നമുക്ക് ഇതുപോലെ സാവധാനം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സാധാരണ കട്ടിലിൻ്റെ സൈഡിലൊക്കെ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബെഡിലൊക്കെ ഇതുപോലുള്ള ഏരിയയിൽ ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഈ ഏരിയയിലൊക്കെ സാധാരണ ഇതിൽ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തൽക്കാലം ഈ ബെഡിലൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഡിസ്പ്ലേ നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രം. ഇനി ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെയുള്ള ഈ മൂട്ടയുടെ മുട്ടയും അതേപോലെ തന്നെ മുട്ടയും ഇതെല്ലാം ഒരേപോലെ നമുക്ക് ഈസിയായിട്ട് നശിപ്പിച്ച് കളയാൻ പറ്റും. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു മാർഗ്ഗത്തിലൂടെ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും പൂർണ്ണമായിട്ടും നമുക്ക് നശിപ്പിക്കാം.